മന്ത്രം പഠിപ്പിച്ച്. ഇപ്പൊ പഠിപ്പിക്കുന്നത് പണോർ ബ്രഹ്മ, പണോർ വിഷ്ണു, പണോർ ദേവോ മഹേശ്വര, പണം സാക്ഷാൽ പരബ്രഹ്മ, തസ്മൈ ശ്രീ പണമേ നമ എന്നാണ്. പൈസ ഉണ്ടായിക്കൊള്ളുക. എന്തിനാ കുട്ടികൾ പഠിക്കുന്നത്? പുതിയ നന്മകളും പുതിയ ശാസ്ത്രതത്വങ്ങളും കണ്ടെത്താനല്ല. ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സിന് ചേരുക, എന്നിട്ടോ പ്ലേസ്മെന്റ് കിട്ടും. പ്ലേസ്മെന്റ് കിട്ടിയിട്ടോ നല്ല ജോലി കിട്ടും. ജോലി കിട്ടിയിട്ടോ നല്ല ശമ്പളം വാങ്ങും. നല്ല ശമ്പളം വാങ്ങിയിട്ടോ കൊട്ടാരം പോലത്തെ വീടെടുക്കണം. കൊട്ടാരം പോലത്തെ വീടെടുത്തിട്ട് ചുറ്റുവട്ടം ആന മതിൽ കെട്ടണം. ആനക്ക് വരെ കരയാൻ പറ്റാത്ത മതിൽ കെട്ടണം. എന്നിട്ട് അവിടെ റിമോട്ട് കൺട്രോളിന്റെ ഒരു ഗേറ്റ് പിടിപ്പിക്കണം. എന്നിട്ടോ ആ വീട്ടിൽ കുറേ ചെടി വാങ്ങി പിടിപ്പിക്കണം. ആര് കാണും? നാട്ടുകാർ കാണാൻ വിടൂല, മതിൽ കെട്ടിയിട്ടുണ്ട്. വീട്ടുകാർ കാണുമോ? വാതിൽ തുറക്കൂല. എല്ലാ വീടിന്റെ വാതിൽ അടഞ്ഞു കിടക്കുകയല്ലേ, പിന്നെ എന്തിനാ ഈ ചെടി വാങ്ങി? ഇവര് കാണൂല. വരാന്തയിൽ ഒരൊറ്റ ആളുണ്ടല്ലോ, എല്ലാ വരാന്തകളും വിജനങ്ങളാണ്. അതുകൊണ്ട് ദേവി ഇതിട്ട് ഇനി പ്ലാൻ ഉണ്ടാക്കുമ്പോൾ വെറുതെ പൈസ കളയണ്ട, വരാന്ത വേണ്ട. ഒരു നേരം കുറച്ചു പേരാടെ വന്ന് ഇരിക്കാൻ ആർക്കും നേരമില്ല, പിന്നെ എന്തിനാ ഈ പൈസ ചെലവാക്കി വരാന്ത ഉണ്ടാക്കുന്നത്? വീട്ടിന്റെ അകത്തിരിക്കും. എന്നിട്ട് മനുഷ്യനിൽ വിശ്വാസവും ഇല്ലാത്തത് കൊണ്ട് ഒരു പട്ടിയെ വാങ്ങിപ്പോറ്റു. കണ്ടിട്ടില്ല? പട്ടിയെ വാങ്ങിപ്പോറ്റു. എന്നിട്ട് രാത്രി ഒരു 9:30 ആകുമ്പോൾ ഗേറ്റ് തുറക്കും. എന്തിന്? ഈ പട്ടിയെ തൂറാങ്ങോട്ടാക്കാൻ മാത്രം ഗേറ്റ് തുറക്കുന്ന കുറെ കഴുതകളുണ്ട് നമ്മുടെ നാട്ടിൽ. മനസ്സിലായോ? മനുഷ്യനുമായിട്ട് ഒരു ബന്ധമില്ലാത്തവർ. ഇതാണോ ജീവിതം? കണ്ണ് കുപ്പായ കീശയിൽ, കാത് കമിഴ്ത്തി വെക്കുന്നോ, ലോകത്തെന്ത് സംഭവിച്ചാലും എനിക്കൊന്നും കേൾക്കണ്ട. ഗാസയിൽ പട്ടിണി കിടന്ന് കുറെ കുട്ടികൾ മരിച്ചുപോയി. അതിന് ഞാനെന്താ? ഇപ്പോ സുഡാനിൽ, ആഫ്രിക്കൻ രാജ്യത്തെ കുട്ടികളുടെ കരച്ചിൽ കണ്ടിട്ടില്ലേ? അസ്വസ്ഥമായി പോയി, പട്ടിണി കിടന്ന്, ആഭ്യന്തര യുദ്ധം കൊണ്ട് പട്ടിണി കിടന്ന് മരിക്കുന്ന കുട്ടികൾ. ആ കുട്ടികൾക്കറിയാമോ അള്ളാഹു ആരാണ്? ആ കുട്ടികൾക്ക് യഹോവ ആരാണ്, യേശു ആരാണ്, രാമൻ ആരാണെന്ന് അറിയില്ല. നമ്മളോട് ചോദിച്ചിട്ടാണോ നമ്മളെ ഒരു മതത്തിൽ ചേർത്തത്? അല്ലല്ലോ. അച്ഛനും അമ്മയും ആ മതത്തിലായതുകൊണ്ട് ഞാൻ ആ മതത്തിലായി പോയി എന്നല്ലാതെ നമ്മൾ വിവരം വെച്ചിട്ടല്ലല്ലോ നമ്മൾ മതത്തിൽ ചേരുന്നത്. ആ കുട്ടികളെ സംബന്ധിച്ച് ഈ ദൈവത്തിന്റെ പേരിന്റെ അർത്ഥം അറിയാവോ? ഈ പേരിന്റെ അർത്ഥം അറിഞ്ഞെങ്കിൽ ഓരോ ദൈവത്തിന്റെയും പേരിന്റെ അർത്ഥം അറിഞ്ഞ ആടെ തീരും കുഴപ്പമോ? ശ്രീ എന്ന സംസ്കൃതത്തിലുള്ള വാക്കിന് പകരം അറബിയിൽ പറയുന്നത് അൽ എന്നാണ്. അൽ. അവർക്ക് സംസ്കൃതം അറിയാത്ത അവരുടെ കുറ്റമല്ല, നമുക്ക് അറബി അറിയാത്ത നമ്മുടെ കുറ്റമല്ല. ഇലാഹ് എന്ന് പറയുന്നത് കൃഷ്ണൻ രാമൻ എന്ന് പറയുന്നതിന് പകരം ഇലാഹ് എന്ന് പറയും. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹ്. അതാണ് ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ഭഗവാൻ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഭഗവത്ഗീത ഖുറാനായ ബൈബിളാണെന്ന് പറഞ്ഞാൽ എന്തോ മനസ്സിലായി നിങ്ങൾക്ക്?